ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുന്നു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കും പ്രധാനമന്ത്രി കസേരയിൽ അലട്ടലുകൾ ഒന്നുമില്ലാതെ അമർന്നിരിക്കാം. 243-ൽ 200-ലധികം സീറ്റ് നൽകി NDA ബീഹാർ അധികാരത്തിൽ ഏറ്റുന്നതിന്റെ ആത്യന്തിക രാഷ്ട്രീയ ഫലം അതാണ്. വോട്ട് ചോരിയുടെ കണക്കും തെളിവും നിരത്തി വോട്ടധികാർ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധി ഒഴുക്കിയ വിയർപ്പ് ഇക്കുറി ബീഹാറിൽ വെറുതെയാകുന്നു. 2 സീറ്റ് എന്ന അതിദയനീയ നിലയിലാണ് കോൺഗ്രസ് ഉള്ളത്. ഇപ്പോൾ ഇടതു പാർട്ടികൾക്കും ഇക്കുറി ബീഹാറിൽ ഒന്നും ചെയ്യാനായില്ല. NDA കൊടുങ്കാറ്റിലും തേജസ്വി യാദവ് എന്ന ചെറുപ്പക്കാരന് ബീഹാർ രാഷ്ട്രീയത്തിൽ വരും കാലത്ത് ചിലതൊക്കെ ചെയ്യാനുണ്ട് എന്ന സന്ദേശം നൽകുന്നു RJDയുടെ 25 സീറ്റുകൾ. NDA മുന്നണിയിലെ അനിഷേധ്യ സാന്നിധ്യമായി ചിരാഗ് പസ്വാൻ മാറുന്ന കാഴ്ച. രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിച്ചതുപോലെ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിയും പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയും മഹാസഖ്യത്തിന്റെ വോട്ട് കട്ടർമാരായി മാറി. ബീഹാറിൽ മഹാസഖ്യത്തിന് അടിപതറിയത് എവിടെ? NDA തരംഗത്തിന് വഴിവെട്ടിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ത്? വിശദമായി പരിശോധിക്കാം. CPI രാജ്യസഭാ MP P സന്തോഷ് കുമാർ, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനു പ്രസാദ്, കോൺഗ്രസിന്റെ വസന്ത് തെങ്ങുംപള്ളി എന്നിവരാണ് ചർച്ചയ്ക്കുള്ളത്. ആദ്യം P സന്തോഷ് കുമാറിലേക്ക് പോയാൽ, ശ്രീ P സന്തോഷ് കുമാർ, NDA ഒരു കെട്ടുറപ്പുള്ള മുന്നണിയായി നിന്ന് ബീഹാറിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ മഹാഗഡ്ബന്ധന്റെ മുന്നണി ബന്ധം ശിഥിലമായിരുന്നു എന്ന് വേണമോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അത് തെരഞ്ഞെടുപ്പ് ഫലം മാത്രം നോക്കിയല്ല, തെരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള ചില സാഹചര്യങ്ങളും അതിന്റെ സൂചനകൾ തരുന്നതായിരുന്നു. മഹാസഖ്യത്തിലെ സിംഗിൾ പെർഫോമറായി RJD മാറുന്ന കാഴ്ച, ഇതിന്റെ ഉത്തരവാദിത്വം ശരിക്കും ആർക്കാണ്? ഈ പറഞ്ഞത് ശരിയായൊരു നിരീക്ഷണമാണ്. ഈ NDA വളരെ ഐക്യത്തോടെയാണ് പ്രാഥമികമായ ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ, ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയെ ജനങ്ങൾ ചെരുപ്പുമാല അണിയിക്കുന്നു, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ പൊതുവിൽ അത് വളരെ ഇൻടാക്റ്റായ ഒരു സഖ്യമായിരുന്നു. ഒരുപാട് നേതാക്കന്മാർ അതിനുവേണ്ടി ക്യാമ്പയിൻ ഇറങ്ങി, അതൊരു ഭാഗം. അതേസമയം മഹാസഖ്യത്തിന് ആ നിലയിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് തന്നെ RJDക്കും CPIക്കും എതിരെ മത്സരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിൻ്റെ ഫലമായിട്ട് സീറ്റുകൾ പോലും പോകുന്ന അവസ്ഥയുണ്ടായി. ആ സഖ്യം ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഉദ്ദേശിച്ച ഗൗരവത്തിൽ എന്ന് പറഞ്ഞാൽ വോട്ടധികാര യാത്രയൊക്കെ നടത്തിയ ഘട്ടത്തിൽ കാണിച്ച ഒരാവശ്യത്തോടു കൂടി ഇലക്ഷനെ നേരിട്ടില്ല എന്ന് പറയുന്നത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഞാനത് സമ്മതിക്കുന്നു. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു ദിവസമാണ്, ഒരു സാഹചര്യമാണ്. ഞാനത് മറച്ചു വെക്കുന്നില്ല. അതേസമയം ഇപ്പം നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ, ഇലക്ഷനിൽ അവിടെ ക്യാമ്പയിനിന് പോയവർ, രാഷ്ട്രീയ നിരീക്ഷകന്മാർ, എന്തിനാ NDAയുടെയും BJPയുടെയും നേതാക്കന്മാർ, അവർ പോലും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് അനായാസം അങ്ങനെ പറയാൻ സാധിക്കും. ആരും ഈ രാജ്യത്ത് പ്രതീക്ഷിക്കാത്ത ഒരു വിധി ഉണ്ടായിരിക്കുന്നു. ഓരോ പൊളിറ്റിക്കൽ അനലിസ്റ്റിനും, ഓരോ ഒബ്സർവർക്കും, ഓരോ പൊളിറ്റിക്കൽ ലീഡർക്കും അല്ലെങ്കിൽ മീഡിയ പേഴ്സൺസ് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത സംതിങ് ബിയോണ്ട് ഇമാജിനേഷൻ എന്ന് പറയാവുന്ന ഒന്ന് സംഭവിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുന്നത് തെറ്റാറുണ്ട്, പലപ്പോഴും കുറേയധികം ശരിയാറുണ്ട്. ആ എക്സിറ്റ് പോൾ ഫലങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന തരത്തിലേക്കൊരു റിസൾട്ട് വന്നു. എന്തുകൊണ്ടാണത്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇപ്പോൾ പറയുക സാധ്യമല്ല, കാരണം നമ്മളൊരു നല്ല അനാലിസിസിന് കുറച്ചും കൂടെ സമയം എന്തായാലും എടുക്കും. ഒരു കാര്യം വളരെ ഉറപ്പാണ്, എന്തെങ്കിലും തരത്തിലുള്ള ട്രെൻഡ് ഉണ്ടാകുന്ന സമയത്താണ് വാസ്തവത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ കോൺഗ്രസിന് ക്ലീൻ സ്വീപ്പായിരുന്നു. അത് വളരെ എവിഡൻ്റ് ആയിരുന്നു അതിൻ്റെ കാരണം. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ 2ാം ഘട്ടത്തിലോ മറ്റാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ അപ്പർ എഡ്ജ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അടിയന്തരാവസ്ഥയെ തുടർന്നുള്ള സാഹചര്യത്തിനകത്ത് വടക്കേ ഇന്ത്യ ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടായി. ഇങ്ങനെയുള്ള ചില വിസിബിൾ ആയിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത്ര വലിയൊരു സ്വീപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ BJP തന്നെ രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ ജയിച്ചപ്പോഴും ഇത്ര വലിയൊരു ക്ലീൻ സ്വീപ്പ് ആയിരുന്നില്ല. ഹരിയാനയിൽ ജയിച്ചപ്പോഴും ഇത്രമാത്രം വലുതായിരുന്നില്ല. കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ വിജയം, തെലുങ്കാന ഒക്കെ നമ്മൾ പറയുമ്പോഴും ഇങ്ങനെയായിരുന്നില്ല. എന്തുകൊണ്ട് ബീഹാർ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ ഉറപ്പാണ്, SIR വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. 65 ലക്ഷത്തിലധികം വോട്ടർമാർ വെട്ടിമാറ്റപ്പെട്ടു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനും ജനങ്ങളും തമ്മിലൊരു മത്സരമായി ബീഹാർ മാറി എന്ന് പറയുമ്പോൾ നിരീക്ഷണം ശരിയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 7,42,00,000 വോട്ടർമാരാണ് SIRന് ശേഷമുള്ളത് എന്ന് സെപ്റ്റംബർ 30 ഔദ്യോഗികമായി പത്രക്കുറപ്പിറക്കിയ ഒരു ഇലക്ഷൻ കമ്മീഷൻ. പിന്നീട് 7,45,00,000 കൂടുതൽ ആളുകൾ വോട്ടർമാരായി ബീഹാറിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു സ്ഥിതി ഉണ്ടായി. അതിൻ്റെ 67% വോട്ട് ചെയ്തു. ഞാനിപ്പോൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇത് വളരെ എംബറാസിംഗ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ NDA BJP സഖ്യം വിജയിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ അവർക്ക് പറയാൻ കുറേ ന്യായീകരണങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ടും വിജയത്തിൻ്റെ കൂടെയാണല്ലോ എല്ലാവരും നിൽക്കുക, അത് ആഘോഷിക്കട്ടെ. പക്ഷേ ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ മുമ്പിൽ വളരെ ഗുരുതരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യവും ക്ലീൻ സ്വീപ്പിൻ്റെ സാഹചര്യം ഇല്ലാതിരുന്നിട്ടും ഇത്ര ഭീകരമായിട്ട് എന്നുള്ളൊരു വിജയം ഉണ്ടായി.
അത് പരിശോധിക്കപ്പെട്ട ഒരു വിജയമാണ്. ഞാൻ വിജയികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം ആ വിജയത്തെ ആമലയിൽ സ്വാഭാവികമായിട്ടും ഒരു ഇലക്ഷനിൽ മത്സരിച്ചു, ഞങ്ങൾ തോറ്റു. CPIക്ക് ആണെങ്കിൽ 2 സീറ്റുണ്ടായിരുന്നതിനകത്ത് അത് നിലനിർത്താൻ പറ്റിയില്ല. കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൂടെ അവർ പിടിച്ചു മാറ്റിയപ്പോൾ അത് അങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ടായി. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇത് ഞങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ മീഡിയ ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെ ആകെ ഭാവിയെ ബാധിക്കുന്ന ഗൗരവപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിട്ടാണ് ഞാനിതിനെ ഇപ്പോൾ കണക്കാക്കുന്നത്. മറ്റു ധാരാളം ഘടകങ്ങളുണ്ട്. താങ്കൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ വഴിയെ പറയാം. ശ്രീ P. സന്തോഷ് കുമാർ, ഇതിനകത്ത് 65 ലക്ഷത്തോളം വോട്ടർമാർ വെട്ടിമാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അതിനെതിരെ ശക്തമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് വന്ന സാഹചര്യം നമുക്കറിയാം. രാഹുൽ ഗാന്ധി അടക്കം എത്ര വാർത്താ സമ്മേളനങ്ങളാണ് തുടർച്ചയായി നടത്തിയത് എന്നുള്ളത്. അങ്ങനെയൊക്കെ ചെയ്തപ്പോഴും ഇപ്പുറത്ത് നിന്ന് പറഞ്ഞത് BJP പറഞ്ഞത്, NDA സഖ്യം അവിടെ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അവിടെ പറഞ്ഞത് ഒറ്റ പരാതി പോലും ഉയർന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? ആ ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പരാതികൾ ഉയരാതിരുന്നത്? അതോ ഉയർന്നിട്ടും നമ്മളാരും അറിയാതെ പോയതാണ്? പരാതികൾ ഉയർന്നില്ല എന്ന് പറയുന്ന വാദം ശരിയല്ല. ഇത്രയും ആളുകളെ തന്നെയും ചേർക്കുന്നതിൽ, അതായത് ഈ 65 ലക്ഷത്തിലേക്കായി അത് കുറച്ച് നിർത്തിയത് തന്നെ ധാരാളം ഇടപെടൽ നടത്തി കുറേയധികം ഈ പാർട്ടികൾ ജാഗ്രതയോടെ പൊറിച്ചതുകൊണ്ടാണ്. വേറൊരു കാര്യം, ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ പ്രതിപക്ഷം പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം, ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം മാറ്റി പുറത്തു. ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യ ദീർഘകാലം ഭരിച്ച ഒരു പാർട്ടിയാണ്, അനുഭവ സമ്പത്തുള്ള ധാരാളം നേതാക്കന്മാരുണ്ട്. അവരുൾപ്പെടെ പറഞ്ഞിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ, നിരവധി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉള്ള പാർട്ടികളാണല്ലോ പ്രതിപക്ഷ പാർട്ടികൾ, അവരൊക്കെ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ശരിയാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിനുള്ളിൽ പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അവരിങ്ങനെയുള്ള ചില ന്യായങ്ങൾ നിരത്തുക മാത്രമാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ബീഹാറിൽ ഈ സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു അഭാവം ഞങ്ങളെ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ പോയി ഇതിൻ്റെ ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇപ്പോൾ വോട്ടധികാര യാത്ര നടത്തി അത് വലിയ ട്രെൻഡായി. ഞങ്ങൾക്കെല്ലാം മോശമല്ലാത്ത സംഘടനാ സംവിധാനങ്ങൾ പലയിടങ്ങളിലുണ്ടെങ്കിലും ബീഹാർ ആസ് എ ഹോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഞങ്ങളൊരു പരാജയമാണ്, ഞാനത് സമ്മതിക്കുന്നു. ഈ താഴേക്കിടയിലുള്ള മനുഷ്യരുടെ ഈ പരാതികളെ മുഴുവൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ധാരാളം പരാതികൾ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അതിനർത്ഥം 65 ലക്ഷം വോട്ടർമാർ എങ്ങനെയാണ് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിനകത്ത് ഇല്ലാതായി പോകുന്നത്? എല്ലാ വർഷവും വോട്ടർ പട്ടികയുടെ റിവിഷൻ നടക്കുമ്പോൾ നമുക്കറിയാം. NDA തന്നെ MP മാരുണ്ടാകുന്നത് ഈ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെയാണ് വളരെ പെട്ടെന്ന് 65 ലക്ഷം മനുഷ്യർ വെട്ടിമാറ്റപ്പെടുന്നത് എന്നത് ഇതിനകത്ത് ഒരു അസ്വാഭാവികതയും ആർക്കും തോന്നുന്നില്ലെങ്കിൽ അവരെ നമ്മൾ എന്താണ് വിളിക്കുക പ്രതിഭാസത്തെ? അപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ സമ്മതിക്കാം, ഒരു ഭാവത്തിന് വേണ്ടി ആരും കൊടുത്തില്ല എന്ന് വെച്ചോളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? 65 ലക്ഷം മനുഷ്യർ വ്യാജന്മാരായിരുന്നു എന്നാണോ? അപ്പോൾ ഇത് വളരെ ഗുരുതരമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ നടത്തേണ്ട ആത്മപരിശോധന ഞങ്ങൾ നടത്തും. ഒരു പരാജയത്തോടുകൂടി അത് അവസാനിക്കുന്നില്ല. ഗൗരവതരമായ പരിശോധന നടത്തണം, സഖ്യകക്ഷികൾക്കിടയിൽ നടത്തേണ്ട പരിശോധന നടത്തണം. അത് നടത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് വളരെ എംബറാസിംഗ് ആയിരിക്കുന്ന ഒരു ഡിഫീറ്റാണ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ശ്രീ മനു പ്രസാദ്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ പ്രചാരണത്തിനാകും ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷം ഇനി ഉപയോഗിക്കാൻ പോവുക. അതിനകത്ത് ഈ 65 ലക്ഷം എന്ന് പറയുന്നത് വളരെ വലിയ നമ്പറാണ്. നമുക്കറിയാം കുറച്ചുപേരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാകും എന്നുള്ളത്. എങ്കിൽ പോലും 65 ലക്ഷം എന്ന് പറയുന്ന ആ നമ്പർ എല്ലാവരെയും സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്നതാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്, അതിനെതിരായ ഹർജി ഇപ്പോഴും കോടതിയിൽ കിടക്കുകയാണ് എന്നുള്ളതാണ്. കോടതി അത് അടിയന്തരമായി പരിഗണിക്കാൻ എടുത്തിട്ടില്ല എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഒന്നാണ്. അങ്ങനെയെങ്കിൽ പ്രത്യേകിച്ചും ഇത് പൗരത്വ നിർണയത്തിനുള്ള ഒരു ടൂളായി കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരത്തിന് പുറത്തുള്ള ഒരു കാര്യമാണെന്ന് കൂടി ഓർക്കണം. അതിനുവേണ്ടി കൂടി ഇതിനെ ഉപയോഗിച്ചു എന്നുള്ള വ്യാപകമായ ആക്ഷേപവും ഉയരുകയാണ്. മനുപ്രസാദ്, ഈ വിജയത്തിളക്കത്തിൽ നിങ്ങൾ നിൽക്കുമ്പോഴും നിങ്ങൾ നേരിടേണ്ടി വരുന്ന, BJP നേരിടേണ്ടി വരുന്ന, NDA നേരിടേണ്ടി വരുന്ന ചോദ്യം അതാകും. അങ്ങ് സൂചിപ്പിച്ചതുപോലെ BJPയുടെ വിജയത്തിൻ്റെ തിളക്കത്തിൽ നിൽക്കുമ്പോഴും പ്രതിപക്ഷത്ത് പരാജയത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആക്ഷേപങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അത് നേരിടാൻ സ്വാഭാവികമായിട്ടും ഇപ്പോഴൊന്നല്ലല്ലോ. SIR-നെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വ്യാപകമായി ചർച്ച ചെയ്യുകയും പല ആവർത്തി അതിനെക്കുറിച്ചൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. SIR-വുമായിട്ട് ബന്ധപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇവർക്ക് തെളിവുകൾ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം, ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവസരമുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു.
രണ്ട്, പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തോട് എന്തെങ്കിലും തരത്തിൽ പറഞ്ഞ് അവരെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എല്ലാ തരത്തിലുമുള്ള വാദമുഖങ്ങൾ ഉയർത്താനും അവർക്ക് പ്രതിഷേധിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതവർക്ക് നന്നായി വിനിയോഗിക്കാനുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മതത്തിനും ജാതിക്കും അപ്പുറം വികസനത്തിൻ്റെയും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന ക്ഷേമകരമായ മാറ്റത്തിനുമൊക്കെ ഞങ്ങൾ വലിയ തോതിൽ ഇടപെടലുകൾ നടത്തുന്നതിന് ജനങ്ങൾ അങ്ങേയറ്റം സ്വീകരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായ കാര്യമാണ്. നേരത്തെ തന്നെ CPIയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നേടിയെടുക്കാറുള്ളതാണ്. ആരുടെയെങ്കിലുമൊക്കെ മരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാക്കി കോൺഗ്രസ് കാലങ്ങളായി അത്തരത്തിലുള്ള ചില ഉപയോഗങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഒരു ട്രെൻഡ് പോലും വേണ്ട, ജനങ്ങൾക്ക് നേരിട്ട് അവരുടെ ജീവിതത്തിൽ ബോധ്യമാകുന്ന കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റുകളിൽ ഇത്തരം മാറ്റങ്ങൾ രാജ്യത്ത് വ്യാപകമായി ഉണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശാവഹമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പുരോഗമനത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെ അവരുടെ കാര്യങ്ങൾ പ്രൂഫ് കൊണ്ടുപോകുന്നതിനുള്ള അവകാശമുണ്ടായിരുന്നു. ഇതൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയവും ഉണ്ടായിരുന്നില്ല. ആ സമയങ്ങളിലെല്ലാം നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യം ഈ അവസരത്തിൽ ഞാൻ ചോദിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും അഹങ്കരിക്കാനോ വളരെ വലിയ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. സാധാരണ ഒരു പൗരന്റെ വോട്ട് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചായിട്ടുണ്ട്. ഒരു വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റണമെങ്കിൽ അയാൾ പ്രയത്നിക്കണം എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. മറ്റത് തിരിച്ചായിരുന്നു എന്ന് നമുക്കറിയാം. രാജ്യത്ത് ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലൊക്കെ അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിറവേറ്റിയിരുന്നത്. അതാണ് ആ അടിസ്ഥാനപരമായ കാര്യത്തിലാണ് ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആങ്കർ താങ്കൾ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. കേരളത്തിലിപ്പോൾ SIRൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. SIRൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെയൊക്കെ വീടുകളിലേക്കാണ് SIRൻ്റെ ഉദ്യോഗസ്ഥരും BLOമാരും എല്ലാവരും ചേർന്ന് വരുന്നത്. വീട്ടിലെത്തിയതിനു ശേഷമാണ് നമ്മുടെ രേഖകൾ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ പോകുന്നത്. രണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുക. അത്തരം കാര്യങ്ങൾ നിയമപരമായ സാധ്യതകൾക്ക് നിങ്ങൾക്കിപ്പോൾ നിലനിൽക്കുന്നുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വക്താവാൻ ഞാൻ ഉദ്ദേശിക്കുന്നതേയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ നേരിട്ട് അഭിമുഖീകരിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഞങ്ങൾ പരാജയപ്പെടുന്ന സ്ഥലങ്ങളുണ്ടായി, ഞങ്ങൾ പരാജയത്തിലേക്ക് പോകുന്ന സമയത്തുണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളുകയും ജനങ്ങൾ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി എന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങളെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. അതൊന്നും ജനമുഖവിലക്കെടുത്തില്ല എന്നുള്ളത് കൊണ്ട് വിജയിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് ഞങ്ങളുടെ ബോധ്യം. ആ ബോധ്യം ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ബീഹാറിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തന്നെ മാധ്യമങ്ങൾ എല്ലാവരെയും പോയി കണ്ടു. ഞാൻ ബേസിക്കലി കോൺഗ്രസ് ആണ്. പക്ഷേ ഇന്ന് ബീഹാറിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ BJPക്ക് NDAക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാകുന്നു എന്ന് പറയുന്ന നിരവധിയായ വിഷ്വലുകൾ മലയാളത്തിലെ BJPയെ എങ്ങനെയും എതിർത്ത് പരാജയപ്പെടുത്തണമെന്ന് ഉദ്ദേശിക്കുന്ന ചാനലുകൾ പോലും പോയി ചോദിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സാഹചര്യം കാണാൻ സാധിച്ചു. നിങ്ങൾ കാണാതെ പോകുന്ന ട്രെൻഡുകൾ ജാതിക്കപ്പുറം, മതത്തിനപ്പുറം, മറ്റു വിഷയങ്ങൾക്കപ്പുറം ബീഹാറിലെ വികസനത്തെക്കുറിച്ച്, ബീഹാറിലെ ജനങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് ചർച്ചയാക്കുന്നതിൽ ഞങ്ങൾ വിജയിച്ചു. ആ വിജയം ഞങ്ങളുടെ വിജയത്തിന് അടിത്തറ പാകി. ആ വിജയത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് കുറ്റം പറയുകയോ ഇന്ത്യൻ സംവിധാനത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയോ, ചെറിയൊരു ആശങ്ക ഞങ്ങളെ സംബന്ധിച്ച് തുടക്കത്തിലുണ്ടായിരുന്നത് ഇന്ത്യയുടെ പൊതുവായ സംവിധാനങ്ങൾ മുഴുവൻ മോശമാണ് വരുത്തി തീർക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടൊരു പ്രതിപക്ഷ നേതാവ് അത്തരത്തിലേക്ക് സംസാരിക്കുന്നതൊക്കെ ജനങ്ങൾ എങ്ങനെ എടുക്കും? ജെൻസി പോലുള്ള ഒരു തലമുറയെ ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരാക്കുക, ഇന്ത്യൻ വോട്ടവകാശത്തിനെതിരാക്കുക, അതിനിടയിൽ ഒരു കലാപാന്തരീക്ഷം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നത് ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത് എന്ന നിലയിലുള്ള തുടക്കത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നെനിക്ക് അത്തരത്തിലുള്ള ഒരു ആശങ്കയുമില്ല. ഇന്ത്യൻ ജനാധിപത്യം സമ്പൂർണ്ണമായി നിലനിൽക്കുകയും ഇന്ത്യൻ ഭരണഘടനാ സംവിധാനങ്ങളെക്കുറിച്ചോ അങ്ങനെയൊന്നും ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ തകർന്നു പോകുന്നതോ തരിപ്പണമാകുന്നതോ ആശാവഹമല്ലാത്ത രീതിയിലുള്ള ഒരു വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു സമൂഹമോ ഉണ്ടായി വരില്ല. ജനങ്ങൾ ബോധ്യമാവും. ഞങ്ങൾ പരാജയപ്പെടുന്ന സ്ഥലമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ എല്ലാ 100% സീറ്റിൽ ജയിക്കുകയായിരുന്നില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂർണ്ണമായും നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 10-30 സീറ്റിൻ്റെ കുറവ് സ്വാഭാവികമായിട്ട് 10 സീറ്റ് 30 സീറ്റോളം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ എങ്ങനെ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പഠിക്കും. അവിടെയും എങ്ങനെ വിജയിക്കാൻ പറ്റുമെന്ന് ആലോചിക്കും. ഈ വലിയ മഹാവിജയത്തിലും ഞങ്ങൾ അഹങ്കരിക്കുകയല്ല.
ജനങ്ങൾ നൽകി അതിനെ ശിരസ വഹിക്കുന്നു. ഞാൻ മറ്റൊരു പാനലിനെ ഈ അവസരത്തിൽ അവരെ ആക്ഷേപിക്കാൻ, കുറ്റപ്പെടുത്താൻ, അവരങ്ങനെ നയിച്ചവരാണ്, അവരിങ്ങനെ നടന്നവരാണ്, അവർ വർഗീയ, അങ്ങനെ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ജനം തീരുമാനിച്ചതാണ്, ജനങ്ങളുടെ വിധിയാണ്. ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം. പക്ഷേ ഒരുമിച്ച് നിന്നാൽ, ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ ജയിക്കാൻ പറ്റില്ല എന്ന് ബീഹാർ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ ആശാവഹമാണ് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് സൂചിപ്പിക്കാം. ശരി മനുപ്രസാദ്. വസന്ത് തെങ്ങമ്പള്ളി, ഒടുവിൽ വരുന്ന കണക്കുകൾ വളരെ വളരെ നിരാശാജനകമാണ്. NDA 203, MGB 34, അതേഴ്സ് 6, അതിനകത്ത് RJD 27, കോൺഗ്രസ് 1 സീറ്റിലേക്ക് അല്ല 4 സീറ്റിലേക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറയുമ്പോൾ 2 സീറ്റായിരുന്നു, ഇപ്പോൾ കോൺഗ്രസ് 4 എന്ന് പറയുന്ന നിലയിലേക്ക്. എങ്കിൽ പോലും അത് വലിയ പരാജയം തന്നെയാണ് കോൺഗ്രസിന് ബീഹാറിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് നമുക്കറിയാം. രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടുന്നു, വോട്ട് ചോരി വിവാദം ഉയർത്തുന്നു, ന്യൂക്ലിയർ ബോംബെന്നും ഹൈഡ്രജൻ ബോംബെന്നും പറഞ്ഞു വാർത്താ സമ്മേളനം നടത്തി തെളിവുകൾ സഹിതം വീഡിയോ പ്രസൻറ്റേഷൻസ് നടത്തുന്നു, വോട്ട് അധികാർ യാത്ര നടത്തുന്നു. പക്ഷേ അദ്ദേഹം അവിടെ ഒറ്റയ്ക്ക് വിയർക്കുകയായിരുന്നോ എന്നുള്ള ചോദ്യം ഇടതുപക്ഷം തന്നെ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. KC വേണുഗോപാലിനെ പോലുള്ളവരൊക്കെ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ബീഹാറിൽ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് വിയർപ്പൊഴുകുകയായിരുന്നോ, ഒറ്റപ്പെടുകയായിരുന്നോ, അവിടെ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ നഷ്ടപ്പെടുകയായിരുന്നോ? എന്താണ് ഈ പരാജയത്തിൻ്റെ കാരണമായി നിങ്ങൾ കാണുന്നത്? ലക്ഷ്മി, അതിന് ഉത്തരം പറയാം. അതിന് മുമ്പ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ND മുന്നണിയുടെ പ്രതിനിധി, ആ ND മുന്നണിയുടെ പ്രതിനിധി പറഞ്ഞു, കോൺഗ്രസ് പല കാലത്തും മരണങ്ങളെ ട്രെൻഡാക്കി മാറ്റിക്കൊണ്ടാണ് അധികാരത്തിൽ വന്നതെന്ന്. ഈ രാജ്യത്തിന് വേണ്ടി അതിന്റെ അഖണ്ഡത സംരക്ഷിക്കാൻ വേണ്ടി അടിവയറ്റിലേക്ക് വെടിയുണ്ട ഏറ്റുവാങ്ങിയ ഇന്ദിരാഗാന്ധിയെയും ശ്രീപെരുമ്പത്തൂരിൽ ചിന്നിച്ചെറിയ രാജീവ് ഗാന്ധിയെയും അധിക്ഷേപിച്ച, അപമാനിച്ച ആ ND മുന്നണിയുടെ പ്രതിനിധിയോടുള്ള എല്ലാവിധ വിയോജിപ്പും, എല്ലാവിധ എതിർപ്പും, എല്ലാവിധ പ്രതികരണവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അങ്ങയുടെ ഉത്തരത്തിലേക്ക് കിടക്കാം. 2, അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് കോൺഗ്രസിന് അവിടെ പറ്റിയത്? കോൺഗ്രസിന് പറ്റിയതല്ല ലക്ഷ്മി. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് അവിടെ നേരിട്ടിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ സന്ദർശിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. വളരെ കൃത്യമായി RJDയുടെ സീറ്റുകളിൽ, ഈ തേജസ്വി യാദവിന്റെ സീറ്റുകളിൽ അടക്കം കോൺഗ്രസിന്റെ ഒബ്സർവർമാരുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടി കൃത്യമായി അവിടെ എല്ലാം അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാർക്ക്, വൈസ് പ്രസിഡന്റുമാർക്ക്, AICC ഭാരവാഹികൾക്ക് ഒക്കെ ഡ്യൂട്ടി കൊടുത്തുകൊണ്ട്, ഉത്തരവാദിത്തം കൊടുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. പക്ഷേ ഒരു മിനിമം ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ എല്ലാ കാലത്തും അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് അടിയന്തരാവസ്ഥയുടെ കാലത്തിന് ശേഷം പോലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ മിനിമം ലെവൽ പ്ലേയിങ് ഫീൽഡ് പ്രതിപക്ഷ കക്ഷികൾക്ക് ഉറപ്പുവരുത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ കാലത്തും ഉത്തരവാദിത്തം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിലോ, ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിലോ അത് ഉണ്ടായില്ല. നോക്കൂ, SIR-മായി ബന്ധപ്പെട്ട് ഇവിടെ ഇടതു പ്രതിനിധി പറഞ്ഞു, അങ്ങും അത് സൂചിപ്പിച്ചു, 65 ലക്ഷത്തോളം മനുഷ്യർ ഒഴിവാക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പെർസെന്റേജ് കണക്ക് വലുതാണ്. എത്രയാണ് പെർസെന്റേജ് കണക്ക്? അവിടെ വോട്ട് ചെയ്യപ്പെടുന്നതിന്റെ ഏതാണ്ട് 12-13% വോട്ടുകൾ മാറ്റി നിർത്തപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം മഹാഗഠബന്ധന്റെയും ND മുന്നണിയും തമ്മിലുള്ള വോട്ട് ഷെയറിലെ ഡിഫറൻസ് 0.00.1 ആണ്. ഈ തവണ അത് 1 പോലും എത്തില്ല. അതായത് ബിലോ 1% ആണ്. എല്ലാ സീറ്റ് കണക്ക് അവിടെ നിൽക്കട്ടെ, എല്ലാ തവണയും വോട്ട് ഷെയറിൽ അവിടെ ഉണ്ടാകുന്ന വ്യത്യാസം. അവിടെയാണ് 12% വരുന്ന വോട്ടർമാരെ അവരെ ഈ സംവിധാനത്തിന്റെ പുറത്തിറക്കി നിർത്താൻ ഇവർക്ക് സാധിച്ചത്. അപ്പോൾ ചിലപ്പോ ലക്ഷ്മി അടക്കമുള്ള മാധ്യമപ്രവർത്തകരും ND മുന്നണി നേതാക്കളും എന്നോട് ചോദിച്ചേക്കാം, കോൺഗ്രസ് എവിടെയായിരുന്നു? ഇതാണല്ലോ ഇവരുടെ മുഴുവൻ ചോദ്യം. ഞാൻ ബീഹാറിൽ ചെന്നിറങ്ങുമ്പോൾ, പാറ്റ്നയിൽ ചെന്നിറങ്ങുമ്പോൾ, അവിടെ പാറ്റ്ന റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ഇന്നും കാളവണ്ടി കടന്നു വരുന്നുണ്ട്. കാളവണ്ടി റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ ബോർഡിംഗ് നടത്താൻ വേണ്ടി കാളവണ്ടി ഉന്തിക്കൊണ്ടുവരുന്ന മനുഷ്യരുള്ള നാടാണ്. 20 വർഷം കൊണ്ട് ഇവർ ജംഗിൾ രാജാക്കി വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ പാവപ്പെട്ട മനുഷ്യർ ഇനി കോടതി കയറി ഇറങ്ങും തങ്ങളുടെ വോട്ട് പോയാൽ എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളെ സംബന്ധിച്ച്, സോഷ്യലിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ അവിടെ ചെയ്തു കഴിഞ്ഞു. അവരിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നവരെ ഉൾപ്പെടുത്താനുള്ള പോരാട്ടം നടത്തി. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുകൾ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും മുമ്പിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു പോരാട്ടം നമ്മൾ അവിടെ നടത്തിയെങ്കിൽ പോലും
ജനം സ്വമേധയാ അവർക്ക് അന്നത്തെ ഒരു ദിവസത്തെ ബ്രെഡ് പോലും കിട്ടുന്നില്ലാത്തവർക്ക് വോട്ട് അതിനേക്കാൾ വലുതല്ല എന്ന് കാണുന്ന ഒരു ജനം അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ ജനം പൂർണ്ണമായും ഇതിനെതിരായി രംഗത്തിറങ്ങിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ മിനിമം ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒഴിവാക്കാൻ വേണ്ടി ഈ 65 ലക്ഷം മനുഷ്യരെ അവിടെ നിന്ന് ഒഴിവാക്കി. രണ്ടാമത് ഇവരെന്താ ചെയ്തത്? രണ്ടാമത് ഇവർ ചെയ്തത് ഒന്ന് അസ്ദുറുദ്ദീൻ ഉവൈസി എല്ലാ കാലത്തും BJPയുടെ ബി ടീമാണ്. ഉവൈസിക്ക് ഒരു കൊടിയുടെ പോലും സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ വരെ. പക്ഷേ ഉവൈസി വന്നിറങ്ങിയാണ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്? മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ, ന്യൂനപക്ഷത്തിന് വോട്ടുള്ള മേഖലകളിൽ, ന്യൂനപക്ഷത്തിന്റെ വോട്ട് അവിടെ എല്ലാ കാലത്തും ആ ട്രെൻഡ് മഹാഗഠബന്ധന് അനുകൂലമാണ്. അവിടെ ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഉവൈസി വന്നിറങ്ങുന്നു, റാഡിക്കലിസം പറയുന്നു, അങ്ങനെ ആ വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. രണ്ടാമത് ആരാണുള്ളത്? പ്രശാന്ത് കിഷോർ. ആരാ പ്രശാന്ത് കിഷോർ? നിതീഷ് കുമാറിന്റെ PR ഏജന്റായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആളാണ് പ്രശാന്ത് കിഷോർ. അതിനുശേഷം മറ്റു പാർട്ടികളിൽ പോയെങ്കിലും നിതീഷിനെ അധികാരത്തിൽ കൊണ്ടുവന്നതിലും നിലനിർത്തിയതും വലിയ പങ്ക് വഹിച്ച ആളാണ് പ്രശാന്ത് കിഷോർ. അങ്ങേക്ക് അത് അറിയാമല്ലോ. ആ പ്രശാന്ത് കിഷോറിനെ എല്ലാ സീറ്റുകളിലും മത്സരിപ്പിച്ചത് അത് നിതീഷിനെതിരാണ് എന്ന വാദം ഉണ്ടാക്കുന്നു. നിലവിലുള്ള ആന്റി ഇൻകൺവെൻസി വോട്ടുകളെ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ഔട്ട് ചെയ്യുന്നു. അങ്ങനെ സ്പ്ലിറ്റ് ഔട്ട് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടേണ്ട, കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും സോഷ്യലിസ്റ്റ് പാർട്ടികൾക്കും ജനതാ പാർട്ടികൾക്കും ഒക്കെ കിട്ടേണ്ടതായിട്ടുള്ള വോട്ടുകളെ, മഹാഗഠബന്ധനിലേക്ക് എത്തേണ്ട വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്തു. അതൊരു ഇലക്ഷൻ തന്ത്രം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ജനാധിപത്യത്തിൽ ഭൂഷണമാണോ എന്നുള്ളത് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഫ്രീ ബീസുകൾ. ആ ഫ്രീ ബീസുകൾ കൊടുക്കുന്നതിൽ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, കർണാടകയിൽ കൊടുക്കുന്നില്ലേ, തമിഴ്നാട്ടിൽ കൊടുക്കുന്നില്ലേ, കേരളത്തിൽ കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്. കേരളത്തിൽ ഈ 2000 രൂപ എന്ന് പറയുന്ന പെൻഷൻ ഉയർത്തിയത് പോലും ഒരു ഫ്രീ ബീസായാണ് ഇവിടുത്തെ ജനാധിപത്യ സമൂഹം കാണുന്നത്. പക്ഷെ അത് പൊതു തെരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് 8 മാസം മുമ്പാണ്. നോക്കൂ, ഈ 10,000 രൂപ വീതം അവിടുത്തെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസമാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് എന്ന് ഇലക്ഷൻ കമ്മീഷന് മാത്രം അറിയാവുന്ന ഒരു ഡിസിഷൻ, മാക്സിമം പോയാൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അറിയാവുന്ന ഒരു ഡിസിഷൻ അവിടുത്തെ നിതീഷ് ഗവൺമെന്റ് എങ്ങനെ അറിഞ്ഞു? അപ്പൊ നാളെ കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ 10,000 രൂപ വീതം പ്രഖ്യാപിച്ച പണം ഇതാ പെനിട്രേറ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തിക്കുന്നു. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ കൃത്യമായ ഗൈഡ് ലൈൻ, കൃത്യമായ സഹായം, കൃത്യമായ പിന്തുണ ആർക്ക് കിട്ടി? ഈ പറയുന്ന നിതീഷിനും നിതീഷിന്റെ ഗവൺമെന്റിനും കിട്ടി. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഏത് തന്നെ, അതായത് ബീഹാറുമായി ബന്ധപ്പെട്ട എല്ലാ വിലയിരുത്തൽ ചർച്ചകളിലും ഞാൻ പറഞ്ഞൊരു ടേക്കാണത്. അതായത് ഏത് വിധേനയും നിതീഷിനെ അവിടെ നിലനിർത്തി പോരേണ്ടത് BJPയുടെ ആവശ്യമാണ്. കാരണം ഇല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് താഴെ പോകുമായിരുന്നു. നിതീഷ് കുമാറിന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പോലും ഒഴിവായി കൊടുക്കാൻ താല്പര്യമുള്ള ആളല്ല നിതീഷ് കുമാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അയാൾ ഞങ്ങളുടെ കൂടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ BJPയുടെ ഒപ്പവുമാണ്. അപ്പോ ഒരുപക്ഷെ നിതീഷ് കുമാറിന്റെ അധികാരത്തിൽ നിന്ന് നിതീഷ് കുമാർ താഴെ പോയിരുന്നെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർക്കാരും താഴെ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ടാണ് ഏത് വിധേനയും മിനിമം ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് എത്തിക്സ്, ആ എത്തിക്സ് അവഗണിച്ചുകൊണ്ട് ആ ഒരു മര്യാദ, ആ രാഷ്ട്രീയ മര്യാദ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടെ മത്സരിക്കാൻ BJPയും BJPയുടെ സഖ്യകക്ഷികളും ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോ ബേസിക്കലി അവിടെ ഉണ്ടായത് ബീഹാറിലെ ജനം തോറ്റു, ബ്രസീലിയൻ ജനതാ പാർട്ടി ജയിച്ചു. ബ്രസീലിലെ മോഡലുകളെയും ബാക്കിയുള്ളവരെയും കൊണ്ടുവന്ന് വോട്ട് ചേർക്കുകയും ചിലയിടത്ത് അവർക്കെതിരാകുമെന്ന് തോന്നുന്ന വോട്ടുകളെ വെട്ടിക്കളയുകയും ചെയ്യുന്ന പാർട്ടി, ആ പാർട്ടി എന്ത് ചെയ്യുന്നു? അവിടെ ജയിച്ചു. എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് NDA മുന്നണിയുടെ പ്രതിനിധി അങ്ങ് വലിയ ഹോരഹോരം പറയാണ്, നിങ്ങൾ പഠിക്കൂ, നിങ്ങൾക്ക് ഞങ്ങൾ ക്ലാസ് എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ സ്വാഭാവികമായി ലക്ഷ്മിക്ക് അറിയാമല്ലോ, ഇന്നർ പാർട്ടി ചർച്ചകളിൽ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ഇത്രമാത്രം മൈന്യൂട്ടായി ലെവലിൽ ഇറങ്ങി കളിച്ച മറ്റൊരു തെരഞ്ഞെടുപ്പില്ല. അതാണ് യാഥാർത്ഥ്യം. ശരി, താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ P. സന്തോഷ് കുമാർ, ഇവിടെ വസന്ത് പറഞ്ഞ അത് വസന്ത് മാത്രമല്ല പൊതുവെ ചർച്ചയാകുന്നത് ഈ 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തി എന്നുള്ള കാര്യമാണ്. 1,21,00,000 വോട്ടർമാരിലേക്ക് അത് വലിയ തോതിൽ വോട്ടിനെ സ്വാധീനിച്ചിരിക്കാൻ ഇടയുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാനെന്ന് തോന്നുന്നു. 1,21,00,000 വോട്ടർമാർ എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളെയും ഒക്കെ ഇത് സ്വാധീനിച്ചിട്ടുണ്ടാകില്ലേ? പ്രത്യേകിച്ചും ബീഹാർ പോലെ ഒരു അതിദരിദ്രരായ മനുഷ്യർ ഒരുപാടുള്ള ഒരു സംസ്ഥാനത്ത് ഈ 10,000 രൂപ അതിൻ്റെ അടുത്ത ഘട്ടം വീണ്ടും എത്തും എന്ന് പറയുന്ന വാഗ്ദാനവുമുണ്ട്. അപ്പോൾ ഉറപ്പായും ജനങ്ങളുടെ മനസ്സ് NDAയിലേക്ക് തിരിയുവാൻ ഇതൊരു പ്രധാന ഘടകമായിട്ടുണ്ടാവില്ലേ?
നമ്മൾ പലയിടത്തും ഈ വോട്ടർമാർക്ക് ഈ സ്ഥാനാർത്ഥികളുടെ കെയർ ഓഫിൽ പണം കൊടുക്കുന്ന പ്രവണതയെക്കുറിച്ചാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. പത്രം വിതരണം ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വെച്ച് കാശ് കൊടുക്കുക, അങ്ങനെ അത് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിവിടെ പറഞ്ഞതുപോലെ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഇത്ര ഭീകരമായിരിക്കുന്ന ഞാൻ ഇവിടെ നിന്നിട്ട് ആ വാക്ക് പ്രയോഗിക്കാൻ പറ്റും. ബീഹാർ പോയിട്ട് ഈ വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വേറെ തെറ്റിദ്ധരിക്കും. അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് അഴിമതി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ മണിക്കൂറുകൾക്ക് മുൻപ് നേരിട്ട് കൊടുക്കുകയാണ് 10,000. ഈ 10,000-ൻ്റെ പ്രത്യേകത 500 രൂപയൊക്കെ വലിയൊരു തുകയായി കണക്കാക്കുന്ന, അത് ചെറുതാണെന്നല്ല ഞാൻ പറയാം, അത് കിട്ടാക്കനിയായി കണക്കാക്കുന്ന, അതൊക്കെ കണ്ടാൽ തന്നെ അന്താളിക്കുന്ന വലിയൊരു സമൂഹമാണ് ബീഹാറിലെ ഗ്രാമങ്ങളിലുള്ളത്. അപ്പോൾ ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു വിഭാഗത്തെ ഒരിക്കലും ചെറുതായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ സാധു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ 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 അത്ഭുതം ഉണ്ടാക്കിയിരിക്കുന്ന, അവരൊരു ക്ലൗഡ് നൈൻ എന്നൊക്കെ പറയും, അങ്ങേയറ്റത്തെ ഒരു സന്തോഷാതിരേഖ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. 10,000 രൂപ വരികയാണ്. എന്നിട്ട് കിട്ടാത്തവർക്ക് SHG ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർക്ക് പിന്നെയും പണം, പ്രഖ്യാപനത്തിന് ശേഷവും പണം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിഭീകരമായ ഒരു തെരഞ്ഞെടുപ്പ് കൈക്കൂലി അഴിമതി നടത്തി എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. അതിനെ നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് ഉന്നയിക്കുന്നത് ഈ ബീഹാറിലെ പ്രതിപക്ഷത്തിൻ്റെ മാത്രം ഭാവിയുടെ പ്രശ്നമല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുമ്പിൽ SIR മുന്നോട്ട് വെക്കുന്ന ഗുരുതരമായിരിക്കുന്ന കുറേ പ്രശ്നങ്ങളാണ്. നമ്മൾ ആ ഗൗരവത്തിൽ തന്നെ ഈ പ്രശ്നത്തെ കാണണം. BJP എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പാർട്ടിയാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം കൂടെ പറയാം. BJPയുടെ പ്രതിനിധി ഇവിടെ വിജയത്തെക്കുറിച്ച് കുറേ ന്യായീകരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് അവരുടെ അവകാശം, അവരുടെ ദിവസമാകുമ്പോൾ അവരത് പറയട്ടെ. 2014 നിതീഷ് കുമാർ ഈ സഖ്യം ഇവിടെ ഉണ്ടായിരുന്ന കാരണം എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത് ഗുജറാത്ത് കൂട്ടക്കൊലയിലെ പങ്കാളിയാണ് മോദി എന്നതുകൊണ്ടാണ്. അപ്പോൾ നിഷേധിക്കാൻ കഴിയില്ല. എന്തായിരുന്നു ഈ TDPയും BJPയും തമ്മിലുള്ള തർക്കം? അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള പോളിസിക്കാരനായിരുന്നു ചന്ദ്രബാബു നായിഡു ഒരു ഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സഖ്യത്തെ അവിശുദ്ധ സഖ്യം എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ ഈ ചരിത്രമാണ് ഒരിക്കലും മറന്നുപോകരുത്. കൂട്ടക്കൊലയിൽ പങ്കാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2014 നിതീഷ് വിട്ടു. പിന്നെ അദ്ദേഹം ചാഞ്ചാട്ടത്തിന് പേരിട്ട ഒരാളാണ്. എന്തായിരുന്നാലും ഇവരെല്ലാം കൂടെ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്ന ഈ വിജയം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിൻ്റെയും ഇന്ത്യൻ ജനങ്ങളും ഇലക്ഷൻ കമ്മീഷനും തമ്മിലൊരു മത്സരത്തിൽ, BJP ഇലക്ഷൻ കമ്മീഷനും ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു മത്സരത്തിൽ ഞങ്ങളെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഒരു കാര്യം എഴുതി വെച്ചോളൂ, ഇന്നിപ്പോൾ പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നിരാശയുള്ള പ്രയാസമുള്ള ഒരു ദിവസമാണ് റിസൾട്ടിൻ്റെ ഫിഗർ നോക്കുമ്പോൾ. പക്ഷേ വർദ്ധിത വീര്യത്തോടു കൂടി ജനങ്ങളെ അണിനിരത്താനും ഈ 65 ലക്ഷം എന്ന് പറയുന്നത് ആരെയും അമ്പരപ്പിക്കുന്നില്ലെങ്കിൽ, ആർക്കൊരു പ്രയാസം തോന്നുന്നില്ലെങ്കിൽ, അത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണെന്ന് തോന്നുന്നെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതുൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് അതിഭയങ്കരമായ ഒരു മുന്നേറ്റം ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് കാത്തിരിക്കുക എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ഈ പരാജയം സാങ്കേതിക അർത്ഥത്തിൽ ഞാൻ ഉൾപ്പെടെ അതിൽ പോയ ഒരാളാണ്. ഞങ്ങളെ പാർട്ടിക്ക് നിർഭാഗ്യവശാൽ എന്ന് പറയേണ്ടി വരും. കാരണം ചില കാര്യങ്ങളുണ്ടായി, അത് മറ്റു ഘടകങ്ങളാണ്. സീറ്റ് കിട്ടാത്ത സ്ഥിതി ഉണ്ടായി. പക്ഷെ ഒരിക്കലും ഇത് ഞങ്ങളെ അധീരരാക്കുന്നില്ല. ഈ ഘട്ടം എന്ന് പറയുന്നത് കൂടുതൽ കാരണം ജനങ്ങൾക്കിടയിൽ ഇനി ഈ ക്യാമ്പയിൻ നടത്താൻ വളരെ എളുപ്പമാണ്. ഇത്ര വലിയൊരു വോട്ട് ചോരി നടന്നു എന്നതിന് തെളിവായിട്ട് കൂടി ഇത് വരും. ഹരിയാനയുടെ ഉദാഹരണം നമ്മൾ കണ്ടു. കുറെ കൂടി ശക്തമായി ഇന്ത്യയിലെ പ്രതിപക്ഷം മുന്നോട്ട് വരുന്നതിന് ഇത് സഹായകമാകുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. മനുപ്രസാദ്, ഇവിടെ ആരോപിക്കപ്പെടുന്നത് ഇതാണ്: ഈ 10,000 രൂപ എന്ന് പറയുന്ന തുക 1,21,00,000 സ്ത്രീ വോട്ടർമാരിലേക്ക് എത്തിക്കുക, അത് കൃത്യം തെരഞ്ഞെടുപ്പ് തീയതി മുന്നിൽ കണ്ട് ഇത് എത്തിക്കുവാനുള്ള പ്രവർത്തനം. അതിനു മുന്നേ 5 കൊല്ലമോ ഈ കഴിഞ്ഞ ഇത്രയും കാലം ഭരിച്ചിട്ടും 10-20 കൊല്ലം ഭരിച്ചിട്ടും ചെയ്യാത്ത ഒരു കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് 2 ആഴ്ച മുന്നേ ഈ കാര്യം ചെയ്യുമ്പോൾ അത് ഉറപ്പായും ചോദ്യം ചെയ്യപ്പെടും. അത് വ്യവസ്ഥാപിതമാക്കിയിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് അഴിമതിയെ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നിങ്ങൾ ചെയ്തു, അതൊരു കൗശലമായോ തന്ത്രമായോ ഒക്കെ വിലയിരുത്താം. പക്ഷേ ഈ കൊടുത്ത 10,000 രൂപ അത് ബീഹാറിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത് പൊതുവെ എല്ലാവരും. അല്ല, ഈ ചർച്ചയുടെ തുടക്കഘട്ടത്തിൽ SIR മാത്രമാണ്. അതായത് അവിടെ വോട്ട് ചെയ്യാനുള്ള എല്ലാ ആൾക്കാരെയും പുറത്താക്കിയിട്ട് BJP അങ്ങ് ജയിച്ചു എന്ന നിലയിലായിരുന്നെങ്കിൽ പിന്നെ ജനങ്ങളത് അത്രമാത്രം വിശ്വസിക്കില്ലേ എന്ന നിലയിൽ നിന്ന് മറ്റു ചില ആരോപണങ്ങൾ കൂടി ചേർത്താണ് ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഇതിനു മുമ്പ് 2-3 കാര്യങ്ങൾക്ക് ഞാൻ അഭിപ്രായം പറയാം. ഇന്ദിരാഗാന്ധി ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി, അത് അവരുടെ മരണത്തെയൊന്നും ഒരിക്കലും ഞാനിവിടെ ആക്ഷേപിച്ചിട്ടില്ല, കളിയാക്കിയിട്ടില്ല. പക്ഷേ CPIയെ പറയാൻ മടിച്ചു. അവരൊരു മുന്നണിയിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്ഷേപത്തെ എതിർക്കാൻ മടിച്ചിട്ട് എൻ്റെ തലയിൽ വെച്ചിട്ടായിരിക്കും. CPIയുടെ ബഹുമാനപ്പെട്ട ഞാനല്ല മരണത്തെക്കുറിച്ച് വസന്ത് ഞാൻ പറയാം. അവിടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആളുകൾ മരണപ്പെടുമ്പോൾ ഉണ്ടാക്കുന്നതാണ് എന്നും ആ ട്രെൻഡിനനുസരിച്ചാണ് ഞാൻ പറയാം. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്ന ആളാണ്.
ഞാൻ കൂടുതൽ ഇടപെടുന്നില്ല. നിങ്ങൾക്ക് പറയാനുള്ള അവസരം തരുന്നതിന് എനിക്ക് മടിയുമില്ല, ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാകുന്നത് ആൾക്കാർ മരണപ്പെടുന്നതാണ്. കോൺഗ്രസ് അങ്ങനെ മരണപ്പെടുന്ന സമയത്തൊക്കെ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ആവർത്തിച്ചിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്തുകൊണ്ട് അത് സൂചിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കുന്നു. രണ്ട്, ഈ ചർച്ചയിൽ ഒരു ഘട്ടത്തിലും നിങ്ങളുടെ മുന്നണിയുടെ ദുഷിച്ച മുന്നണിയെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായമേ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഉള്ളിലെ ബോധ്യത്തിൽ നിന്നാണ്. ഞങ്ങൾ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും ഇത്രയൊക്കെ കാണിച്ചിട്ടും ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നില്ലല്ലോ എന്ന വിഷാദമുണ്ടല്ലോ, ആ വിഷമത്തിൽ നിന്ന് വരുന്നതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് ഈ ദിവസം ഞങ്ങൾക്കെതിരെ എന്തും പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്കത് വേണ്ടുവോളം പറയാൻ പറ്റും. അത് നിങ്ങളുടെ ബോധ്യത്തിൽ നിന്നും നിങ്ങളുടെ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കൂ. ഞാൻ പറയാൻ പോകുന്ന ഇത്ര കാര്യങ്ങളുള്ളൂ. നേരത്തെ തന്നെ സൂചിപ്പിച്ചു, 60 വർഷക്കാലത്തിലേറെ കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഈ രാജ്യത്തിൻ്റെ ഒരു പ്രദേശമായിരുന്ന ബീഹാറിൽ കാളവണ്ടിയിൽ ആളുകൾ പോകുന്നത് കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിൽ മാറ്റമുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അശുദ്ധമായി ഒഴുകിക്കൊണ്ടിരുന്ന ഗംഗാ നദിയിലും അവിടുത്തെ നദീതടങ്ങളിലും ആളുകൾക്കൊന്ന് ഇറങ്ങാൻ പോലും മടിയുണ്ടായിരുന്നു ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിന് പോലും അവരോടൊപ്പം എടുത്തു ചാടാൻ പറ്റുന്ന ഒരു നദിയാക്കി അത് മാറ്റുന്നതിനൊരു പ്രവർത്തനമുണ്ട്. നിങ്ങൾക്കിതെല്ലാം കണ്ടില്ലെന്ന് നടിക്കാം, പക്ഷേ ജനങ്ങൾക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ സാധ്യമല്ല. അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്ന ഏതു പ്രവർത്തനങ്ങൾക്കും ജനാധിപത്യപരമായി നിയമപരമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും ഭരണഘടനാപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളുടെ വലിയ തോതിലുള്ള വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തവണ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ന്യൂനപക്ഷങ്ങൾ ചെറുതായിട്ട് ഒവൈസിക്ക് പോയി, അതുകൊണ്ട് ഞങ്ങൾ തോറ്റു. ന്യൂനപക്ഷങ്ങൾ സാധാരണ, മുസ്ലിങ്ങൾ സാധാരണ ഞങ്ങളോടൊപ്പമാണ്. എന്ത് വർത്തമാനം ഇനിയും അവസാനിപ്പിച്ചുകൂടെ? ഈ റിസൾട്ടിൻ്റെ അവസാന നിമിഷമെങ്കിലും ഇവിടെ മുസ്ലിമുമില്ല, ജാതിയുമില്ല. അങ്ങനെയുള്ള ജാതിയും മുസ്ലിമും മതവും ഒക്കെ തന്നെ ഈ നാട് മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. അത് കേരളത്തിൽ നമുക്ക് കാണാം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാണാം എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും നിങ്ങളുടെ എല്ലാം വോട്ട് ബാങ്കായി മാത്രം മാറി നിന്ന് നിങ്ങൾ പറയുന്നിടത്ത് ഇതേ സൂചിപ്പിക്കട്ടെ, നിങ്ങൾ പറയുന്നിടത്ത് മാത്രം വിധിക്കപ്പെട്ടവരാണ് സമീപനമുണ്ടല്ലോ. ആ സമീപനം കേരളം നിങ്ങൾക്ക് മറുപടി തരും. കേരളം കൂടി പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് വികസനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനം പറഞ്ഞിട്ടാണ്. കേരളത്തിലെ സ്ത്രീകൾക്കും അമ്മമാർക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 10,000 അല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ കൊടുത്തുനിരിക്കും. അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് നൽകണമെന്നുള്ള ഞങ്ങൾ ക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായി വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല. ലാലു പ്രസാദ് യാദവിന്റെ വീട്ടിൽ കവിഞ്ഞുകൂടിയിരിക്കുന്ന പണത്തിന്റെ ഭാഗമായിട്ടോ, കോൺഗ്രസ് ഈ രാജ്യം കട്ടുമുടിച്ച് വീട്ടിൽ കൊണ്ടുപോയ പണത്തിന്റെ ഭാഗമായിട്ടോ, അടിയന്തരാവസ്ഥയെ സൂചിപ്പിച്ചതുപോലെ ഈ നാടിനെ പലപ്പോഴായി രാജ്യത്തിന്റെ അസ്വാതന്ത്ര്യങ്ങൾ തള്ളിവിട്ടതുപോലെയോ ഞങ്ങൾ തള്ളിവിട്ടിട്ടല്ല. പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടച്ചിട്ടല്ല, പ്രതിപക്ഷ നേതാക്കളെ കൂട്ടിലടച്ചിട്ടല്ല ഞങ്ങൾ ഈ അധികാരത്തിലേക്ക് എത്തിയത്. ജനങ്ങളെ അഡ്രസ് ചെയ്തിട്ടാണ്, ജനങ്ങൾ സ്വീകരിച്ചിട്ടാണ്. വസന്ത് കുറച്ച് കഴിയുമ്പോൾ മറുപടി പറയാം. വസന്ത് പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ. അയാൾ പറയുന്നത്, മനുപ്രസാദ് പറയുന്നത് എന്റെ അഭിപ്രായം, ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ പൊട്ടം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അതിനപ്പുറം ഒന്നും പറയുന്നില്ല. നിങ്ങൾ പൊട്ടം കളിക്കാൻ ഞാൻ പറയുന്നത് കേൾക്കേണ്ട പോലുമില്ല. നിങ്ങൾ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധിയാണ് ഇവിടെ, അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു. നിങ്ങൾ ഇടപെട്ടോളൂ. നിങ്ങൾക്ക് അസ്വസ്ഥമാകാം, ഞാനത് ഉൾക്കൊള്ളുന്നു. ഞാൻ പറയുന്നല്ലോ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ മാനസികാവസ്ഥയെ ഞാൻ ഉൾക്കൊള്ളുന്നു. നിങ്ങൾക്ക് അസ്വസ്ഥമാകാൻ. ശരി മനുപ്രസാദ്. വസന്ത്, മനുപ്രസാദ് പറയുന്നതനുസരിച്ച് ഇവിടെ ഒരു മാതൃകാ ഭൂമിയായിട്ടുണ്ട്. ജാതി മത രാഷ്ട്രീയങ്ങൾക്കും ഒക്കെ അപ്പുറമായിട്ടുള്ള വികസനം മാത്രം പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ ഭൂമിയായി മാറുകയാണ് നമ്മുടെ സംസ്ഥാനങ്ങൾ എന്നാണ് മനുപ്രസാദ് പറയുന്നത്. അതെ, അദ്ദേഹത്തിന്റെ ഔദാര്യത്തിന് വലിയ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്, വലിയ കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. ഇനി അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചർച്ച അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഒന്നും ഇടപെട്ടത് ഞാനല്ലായിരുന്നു, CPIയുടെ പ്രതിനിധിയാണ്. പിന്നീട് അവസാന ഘട്ടത്തിലാണ് ഞാൻ ഇടപെട്ടത്. ഇനി മനുപ്രസാദ് പറഞ്ഞു, നിങ്ങൾ തോറ്റത് കൊണ്ട് നിങ്ങൾക്കിതാ ഇന്ന് ഞങ്ങൾ അവസരം തരികയാണ്, വഴങ്ങിത്തരികയാണെന്നൊക്കെ പറഞ്ഞ മനുപ്രസാദേ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങൾക്കൊരു പഞ്ചായത്ത് മെമ്പർമാർ പോലും ഇല്ലെങ്കിലും ഞങ്ങളുടെ ശബ്ദം ഉയർത്തേണ്ടടുത്ത് ഉയർത്താൻ ഞങ്ങൾക്കറിയാം. അതിന് നിങ്ങളുടെ ഔദാര്യത്തിന്റെ ആവശ്യമില്ല. തൽക്കാലം അങ്ങ് വഴങ്ങി തന്നതിന് വലിയ കടപ്പാടും നന്ദിയും അങ്ങയുടെ കാരുണ്യത്തിനോട് ഞാൻ ചേർത്ത് വെക്കുകയാണ്, രേഖപ്പെടുത്തുകയാണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കൂ, അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷങ്ങളെ ഇല്ല, ന്യൂനപക്ഷങ്ങള് ഭൂരിപക്ഷം എന്നുള്ള വേർതിരിവേ ഇല്ല എന്ന് പറയുമ്പോൾ, ഈ തവണ മഹാഗഡ്ബന്ധന് എതിരായി അവിടെ മത്സരിച്ച ND മുന്നണിയിൽ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയുടെ പേര് പറയാമോ? ന്യൂനപക്ഷങ്ങളെ ഇല്ല എന്നാക്കുകയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പാർട്ടിയും അവിടെ ചെയ്തത്. രണ്ടാമത്,
അദ്ദേഹം പറഞ്ഞ 60 വർഷക്കാലമായി എന്താണ് കൊള്ളയടിച്ചു കൊണ്ടുപോയി കോൺഗ്രസ് കുടുംബത്ത് കൊണ്ടുപോയി വെച്ചു എന്ന് പറയുമ്പോൾ 10 വർഷമായി ഭരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് അല്ലല്ലോ, ശിവരാജ് പാട്ടീൽ അല്ലല്ലോ ആഭ്യന്തരമന്ത്രി, ആണോ? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണോ പ്രധാനമന്ത്രി? അല്ലല്ലോ. 56 ഇഞ്ചിന്റെ നെഞ്ചളവിന്റെ കഥ പറയുന്ന നരേന്ദ്ര ദാമോദർ ദാസ് ഭായി മോദിയും അമിത്ഷായുമല്ലേ അറസ്റ്റ് ചെയ്യുന്നേ? 10 വർഷമായി നിങ്ങൾക്ക് ഈ കട്ടുകൊണ്ടുപോയ മുതലൊന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ആ പണിക്ക് കൊള്ളില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ അമ്മമാർക്കും കൊടുക്കും. നിങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ കേന്ദ്രത്തിൽ വന്നാൽ കൊടുക്കാം എന്ന് പറഞ്ഞിരുന്ന ഒരു സബ്സിഡി ഉണ്ടല്ലോ, LPGയുടെ ഇപ്പോൾ പിടിച്ചു വെച്ചേക്കുന്നത്, അതൊന്ന് കൊടുക്കൂ. നിങ്ങൾ കേന്ദ്രത്തിൽ വന്നാൽ പാതിയാക്കാം എന്ന് പറഞ്ഞിരുന്ന പെട്രോളിയം പ്രൈസ് ഉണ്ടല്ലോ, അതൊന്നും പാതിയാക്കൂ. എന്നിട്ട് മതി നിങ്ങൾ ഇനി കേരളത്തിൽ വന്നിട്ട് കൊടുക്കാം എന്നുള്ള വാദം. നോക്കൂ ലക്ഷ്മി, 66 രൂപയാണ് പ്രതിദിനം ബീഹാറിലെ ഗ്രാമങ്ങളിൽ UN അടക്കം അംഗീകരിച്ചിരിക്കുന്ന ദിവസക്കൂലിയായി ഇപ്പോഴും കണക്കിലാക്കപ്പെടുന്നത്. അവിടെ പ്രതിശീർഷക വരുമാനം ഒരു വർഷത്തേത് 18,000 രൂപയാണ്. അതായത് നോക്കൂ, അങ്ങനെയുള്ള മനുഷ്യർക്ക് ഒരു വർഷം അവരുടെ ആയുസ്സിൽ മുഴുവൻ അധ്വാനിച്ചാൽ കിട്ടുന്ന പണം ഒരു രാത്രിയിൽ കൈകളിൽ എത്തിയാൽ അത് വോട്ടിനെ സ്വാധീനിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കണ്ണടച്ച് പൊട്ടനാവാൻ സാധിക്കുന്നത്? നോക്കൂ, 10,000 രൂപ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോലും അതൊരു വലിയ എമൗണ്ട് ആണ്. ലക്ഷ്മിക്ക് അത് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായും അത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. അത് ജനങ്ങളെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരു തുക തന്നെയാണ്. ശ്രീ പി സന്തോഷ് കുമാർ, ഇതിനകത്ത് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ പാളിച്ച മഹാഗഠബന്ധനിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടിയെ തന്നെ എടുക്കുക, അത് വോട്ട് കട്ടറായി പ്രവർത്തിക്കും എന്നുള്ള കാര്യം, അത് ഒരിക്കലും മഹാഗഠബന്ധൻ അല്ല അനുകൂലമാകാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയാം. ഒവൈസിയുടെ മജ്ലിസ് പാർട്ടി അത് വില്ലനാകും എന്നുള്ള കാര്യം അറിയാം. അപ്പോഴും ഒവൈസി പറയുന്നത് RJDക്ക് ഞങ്ങൾ കത്ത് കൊടുത്തു 3 തവണ, ഞങ്ങൾക്ക് സീറ്റ് തരണം സീമാഞ്ചലിൽ എന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇതാ 6 സീറ്റുകളോ മറ്റോ അവിടെ നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ലോജിക്കോടെ കാര്യങ്ങൾ ആലോചിച്ചിരുന്നെങ്കിൽ ഈ സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ അവിടെ പറ്റുമായിരുന്നില്ലേ? മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, അവിടെ ഇടതു പാർട്ടികൾ അടക്കം താങ്കളടക്കം അവിടെ പരാതി പറയുന്നത് കേട്ടിരുന്നു, നിങ്ങൾ പറഞ്ഞ അത്രയും സീറ്റുകൾ RJD തന്നില്ല എന്നുള്ളത്. RJDയുടെ ഒരു അപ്രമാദിത്വം, മേധാവിത്വം, അതൊക്കെ ഈ മുന്നണിയുടെ കെട്ടുറപ്പിനെ തകരാറിലാക്കിയിട്ടുണ്ടോ? അല്ല, ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങൾ പരിശോധിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഉണ്ടാവാം. അത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് ശേഷം ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. പരാതികൾ, പ്രശ്നങ്ങൾ കുറേ കൂടി അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഉള്ളത് അത് ഞാൻ വേറൊരു ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുന്നു. പക്ഷേ പരാതികൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുറേ കൂടി ഭംഗിയായി ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന നിരീക്ഷണം ശരിയാണ്. അതേസമയം നമ്മൾ ഈ ഒവൈസിയുടെ പാർട്ടിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒവൈസി പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ നമ്മൾ UP ഇലക്ഷൻ എടുത്താൽ ഒവൈസിയുടെ പാർട്ടി അവിടെ BJP അധികാരത്തിലെത്തിക്കുന്നതിൽ ചെറുതല്ലാത്തൊരു പങ്കുവഹിച്ച പാർട്ടിയാണ്. ബീഹാറിലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒവൈസിയുടെ പാർട്ടി കുറച്ച് സീറ്റ് കിട്ടിയിരുന്നു. പിന്നീട് അവർ കുറച്ച് പേര് വന്ന് RJDയിൽ ചേർന്നതാണ്. ആരാണ് ഒവൈസി? ഇപ്പോൾ നമ്മൾ 130ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചുള്ള JPC ഉണ്ടാക്കി. ആ JPCക്കകത്ത് ഒറ്റ പാർട്ടി അംഗത്വം മാത്രമുള്ള ഒവൈസി, MP മാത്രമുള്ള ഒവൈസി 1 or 2 ഒരാളാണ് തോന്നുന്നത്, എനിക്ക് ചെറിയ സംശയം വന്നു പെട്ടെന്ന്. അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ശക്തനായ ഒരു വക്താവാണ് ഒവൈസി എന്നതാണ് ഒരു വസ്തുത. പക്ഷേ പുറമെ എന്തു പറയും? മുസ്ലിം സമുദായത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയും. കമ്മ്യൂണൽ താല്പര്യങ്ങൾ അങ്ങേയറ്റം വെച്ച് പുലർത്തുന്ന യഥാർത്ഥത്തിൽ RSSൻ്റെ സംഘപരിവാറിൻ്റെ അജണ്ടയ്ക്ക് ഏറ്റവും സഹായകമാകുന്നൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് ഒവൈസി. അവരുൾപ്പെടെ പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ള ഈ അതേഴ്സ് എന്ന് പറയുന്ന വിഭാഗം സാമാന്യം മെച്ചപ്പെട്ടൊരു വോട്ടിംഗ് ശതമാനം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അത് തീർച്ചയായിട്ടും ഞങ്ങളെ സാധ്യതകൾ ഇല്ലാതാക്കി എന്ന് പറയുന്നത് വളരെ ശരിയാണ്. പിന്നെ കുറേ കൂടി നന്നായി ഇടപെടാൻ കഴിയുമായിരുന്നു എന്ന് ചോദിച്ചാൽ നോക്കൂ, ഇപ്പോൾ വിജയിച്ചാൽ പോലും നമുക്ക് ചിലപ്പോൾ ചില പരിമിതികൾ നടത്താൻ സാധിക്കും. ഈ പരാജയം എന്ന് പറയുന്നത് കുറേ കൂടി ഞങ്ങളെ പോളിസിയേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ ഇലക്ഷൻ അപ്രോച്ചിനെ, ടാക്ടിക്സിനൊക്കെ ഒന്ന് പുനഃപരിശോധനയ്ക്ക് ആക്കേണ്ട ഒന്നാണ് എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. അതേസമയം ഞങ്ങളുടെ ഒരു ഭാവി അല്ലെങ്കിൽ ഞങ്ങളുടെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുമ്പിലുള്ള വളരെ ഗുരുതരമായ ഒരു ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ തെറ്റിദ്ധാരണ ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ ഈ ശ്രീമതി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ ഭാഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഫാക്റ്റാണത്. ഞാൻ ഇതിനെ ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞില്ല. അങ്ങനെ ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുന്ന പല രാഷ്ട്രീയ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ചില ഘടകങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഒരു ഘടകവുമില്ലാതെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ക്ലീൻ സ്വീപ്പ് ഉണ്ടായി. 2 കാര്യങ്ങൾ, SIR-ഉം ഈ 10,000-ൻ്റെ ആമലയിൽ പറഞ്ഞ കൈക്കൂലി. ഞാൻ പറയുന്നു കൈക്കൂലി എന്ന വാക്ക് എനിക്ക് അവിടെ പോയിട്ട് പറയാൻ പറ്റില്ല ക്യാമ്പയിൻ്റെ കാലത്ത്, പക്ഷേ ഈ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് പറയാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഘടകങ്ങൾ ഉൾപ്പെടെ വളരെ ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കുന്നത്. ഞങ്ങൾ പരിശോധിക്കേണ്ടതൊക്കെ ഞങ്ങൾ പരിശോധിക്കും, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ
രാജ്യം വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട. തീർച്ചയായും മഹാഗഠബന്ധന്റെ ഈ മഹാപരാജയം കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒപ്പം അവിടുത്തെ NDA തേരോട്ടം സംബന്ധിച്ചും കൂടുതൽ അഭിപ്രായങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങൾ വരും ദിവസങ്ങളിൽ, ഈ വരും മണിക്കൂറുകളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അഭിപ്രായങ്ങൾ ഉയരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വളരെയധികം നന്ദി P. സന്തോഷ് കുമാർ, ഒപ്പം മനു പ്രസാദ്, വസന്ത് തെക്കുംപള്ളി ചർച്ചയിൽ പങ്കെടുത്തതിന്.